വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമാണ് നിങ്ങൾ ശ്രീനഗറിൽ സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ സൈറ്റ് സീന് വേണ്ടി പോകേണ്ടത്, ടോട്ടൽ എത്ര ദിവസമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഫബീറാണ്, വെൽക്കം ബാക്ക് എഫ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീനഗറിലുള്ള യാത്രയെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞുള്ള എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മുൻപത്തെ 3 എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീനഗറിൽ എത്തി അവിടെ റൂം എടുത്ത് താമസിക്കുന്ന പറഞ്ഞെങ്കിൽ നമ്മൾ ശ്രീനഗറിൽ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് 5 നൈറ്റാണ് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യേണ്ടത്. അതായത് നമ്മൾ തിങ്കളാഴ്ച രാത്രിയോട് കൂടിയിട്ട് നമ്മൾ ശ്രീനഗറിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസത്തിൽ സൈറ്റ് സീന് കംപ്ലീറ്റ് പോയിട്ട് വെള്ളിയാഴ്ച ശ്രീനഗറിൽ താമസിച്ചിട്ട് ശനിയാഴ്ച രാവിലെയോട് കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് ജമ്മുവിലേക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 5 നൈറ്റാണ് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യേണ്ടത്. ഫസ്റ്റ് ദിവസം അതായത് നമ്മൾ തിങ്കളാഴ്ച എത്തിയിട്ടെങ്കിൽ തിങ്കളാഴ്ച റൂമിൽ സ്റ്റേ ചെയ്തിട്ട് ചൊവ്വാഴ്ച രാവിലെ നമ്മൾ പോകേണ്ടത് ലോക്കൽ സൈറ്റ് സീന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊരു ടാക്സി വിളിച്ചിട്ടൊക്കെയാണ് സൈറ്റ് സീന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് നിങ്ങൾ 4000 രൂപ വരെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ലോക്കൽ സൈറ്റ് സീനായിട്ടുള്ള ഷാലിമാർ ഗാർഡൻ, മുഗൾ ഗാർഡൻ, നിഷാദ് ഗാർഡൻ മുതലായിട്ടുള്ള ഗാർഡൻസും ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ദാൽ തടാകത്തിൽ ഒരു ഷിക്കാര റൈഡും ദാൽ തടാകത്തിന്റെ പരിസരത്തുള്ള ഇതൊക്കെ കടന്ന് കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ലോക്കൽ സൈറ്റ് സീന് ഉൾപ്പെടുത്തിയതാണ്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സി വിളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4000 രൂപയൊക്കെ നിങ്ങൾ ടാക്സി ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം അതായത് ബുധനാഴ്ച നിങ്ങൾ പോകേണ്ടത് ഗുൽമർഗിലേക്കാണ് കേട്ടോ. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ടാക്സി വിളിച്ചിട്ടാണ് നിങ്ങൾ ഗുൽമർഗിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4000 രൂപ വരെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. 1.5 to 2 മണിക്കൂർ യാത്രയാണ് ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് വരുന്നത്. ഗുൽമർഗിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൊണ്ടോല റൈഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടോല റൈഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് നിങ്ങൾ ഗുൽമർഗിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ മുൻകൂട്ടിയിട്ട് കൊണ്ടോല ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. കാശ്മീർ ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾ ടിക്കറ്റ് കിട്ടിയാൽ മാത്രം ഗുൽമർഗിലേക്ക് പോയാൽ മതി. കാരണം എന്ന് വെച്ചാൽ മിക്ക ആളുകളും ഗുൽമർഗിലേക്ക് പോകുന്നത് കൊണ്ടോല റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് കിട്ടാതെ അവിടെ പോയിട്ട് അത് ചെയ്യാതെ വരുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾ കൊണ്ടോല റൈഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയതിനു ശേഷം മാത്രം അന്നത്തെ ദിവസം ഗുൽമർഗിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകാം. ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നിങ്ങൾ ഗുൽമർഗിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീനറി ആയിട്ടുള്ള ഒരു ഗുൽമർഗിനെയും കൂടാണ്ട് ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്നതും ഇത് കൂടാണ്ട് ലാവൻഡർ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഗുൽമർഗിൽ പോയി കാണാൻ പറ്റും. മൂന്നാമത്തെ ദിവസം നമ്മൾ പോകേണ്ടത് സോൺമാർഗിലേക്കാണ് കേട്ടോ. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സോൺമാർഗിലേക്ക് എത്താൻ പറ്റും. 6000 രൂപയൊക്കെ നിങ്ങൾക്ക് ടാക്സിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോൺമാർഗിലെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവിടെ ഒരു 0 പോയിന്റ് ഉണ്ട്. അവിടേക്ക് നിങ്ങൾ പോകണമെന്നെങ്കിൽ വേറൊരു എമൗണ്ട് കൊടുത്തിട്ട് ടാക്സി വിളിക്കേണ്ടതുണ്ട്. പിന്നെ അതല്ല ഹോഴ്സ് റൈഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും അവിടെ ഓപ്ഷൻസ് ഉണ്ട്. കാശ്മീരിലെ എല്ലാ സ്ഥലങ്ങളിലുള്ള ആക്ടിവിറ്റിയാണ് ഹോഴ്സ് റൈഡ് കേട്ടോ. ഗുൽമർഗിൽ നമുക്ക് ഹോഴ്സ് റൈഡിന്റെ ആവശ്യം വരുന്നില്ല. കൊണ്ടോല റൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടോല റൈഡ് ചെയ്താൽ മതി. മറിച്ച് സോൺമാർഗിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹോഴ്സ് റൈഡ്. ഒരു ഹോഴ്സിന് 1500 രൂപയൊക്കെയാണ് ചാർജ് വരുന്നത്. നമ്മളൊരു സ്നോ സീസണിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്നോ ഒക്കെ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ അതല്ല നിങ്ങളൊരു ഗ്രീനറി സീസണിലാണ് പോകുന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാശ്മീരിന്റെ താഴ്വരൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റും. സോൺമാർഗിലുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളതും അവിടെ നിന്ന് 0 പോയിന്റിലേക്കുള്ള യാത്ര എന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. 4ാമത്തെ ദിവസം അതായത് നമ്മൾ ശ്രീനഗറിലെ സൈറ്റ് സീനിലെ 4ാമത്തെ ദിവസം നമ്മൾ പോകേണ്ടത് പഹൽഗാമിലേക്കാണ്. ഈ പഹൽഗാമിലേക്കും ശ്രീനഗറിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര വേണ്ടി വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും വരുന്നത്. 5000 രൂപ വരെയൊക്കെ നമ്മൾ ടാക്സിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ദിവസം ശ്രീനഗറിൽ സ്റ്റേ ചെയ്തിട്ട് ലോക്കൽ സൈറ്റ് സീനെ കണ്ടിട്ട് 2ാം ദിവസം ഗുൽമർഗ് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് 3ാം ദിവസം നമ്മൾ സോൺമാർഗ് പോകുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു, തിരിച്ച് പഹൽഗാമിൽ നിന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു, തിരിച്ച് ശ്രീനഗറിൽ. ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയി മാറും. അതിന് കാരണം എന്ന് വെച്ചാൽ ശ്രീനഗറിലാണ് ഏറ്റവും നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതായത് ശ്രീനഗറിൽ നമ്മൾ 1000-1500 രൂപ കൊടുക്കുന്ന റൂം നിങ്ങൾ ഗുൽമർഗിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4000 രൂപയൊക്കെ ഒരു ദിവസത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സോൺമാർഗിലായപ്പോലും അതേപോലെ തന്നെ പഹൽഗാമായപ്പോലും ആക്ച്വലി ഇവിടെ ഒന്നും സ്റ്റേ ചെയ്യാനുള്ള അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ആ സമയത്ത് അവർ വാങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗുൽമർഗിൽ പോയിട്ട് അതേ ദിവസം ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നു, പിന്നീട് സോൺമാർഗിൽ പോകുന്നു, സോൺമാർഗിൽ പോയിട്ട് നിങ്ങൾ തിരിച്ച് ശ്രീനഗറിൽ ഒന്ന് സ്റ്റേ ചെയ്യുന്നു, അവിടുന്ന് വീണ്ടും പഹൽഗാം വന്നു, പഹൽഗാം തിരിച്ചിട്ട് ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 5 നൈറ്റ് അതായത് തിങ്കളാഴ്ച രാത്രി നമ്മൾ ശ്രീനഗറിൽ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ലോക്കൽ സൈറ്റ്സിന് പോയിട്ട് ബുധനാഴ്ച നമ്മൾ ഗുൽമർഗ് പോകുന്നു, വ്യാഴാഴ്ച നമ്മൾ സോൺമാർഗിൽ പോകുന്നു, വെള്ളിയാഴ്ച നമ്മൾ പഹൽഗാമിൽ പോയിട്ട് തിരിച്ച് ശ്രീനഗറിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഉദംപൂർ ഇറങ്ങിയിട്ട് നിങ്ങൾ അവിടുത്തെ ഷെയർ ടാക്സി വിളിച്ചിട്ട് എങ്ങനെയാണ് ശ്രീനഗറിലേക്ക് എത്തേണ്ടതിനെ കുറിച്ചിട്ടാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ശ്രീനഗറിലേക്ക് എത്തേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ.